കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക ആനുകൂല്യങ്ങളും പദ്ധതികളും ഇനി മുതൽ ഇടനിലക്കാരില്ലാതെ ഒട്ടും വൈകാതെ നേരിട്ട് നിങ്ങളുടെക്ക് എത്തിക്കുവാൻ പോകുന്ന ഒരു വിപ്ലവകരമായ ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് അഗ്രിസ്റ്റാക്ക് അഥവാ ഓരോ കർഷകനുമുള്ള സവിശേഷമായ ഫാർമേഴ്സ് ID എന്നത്. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ വർഷം 6000 രൂപ കൈപ്പറ്റുന്നവരും കാർഷിക ലോണുകൾ ഉള്ളവരും ഇല്ലെങ്കിൽ ഇനിയും കാർഷിക വായ്പകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ ID നിർബന്ധമായും എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇടയ്ക്ക് വെച്ച് ഇതിന്റെ നടപടികൾ നിർത്തിവെച്ചിരുന്നു എങ്കിലും കേരളത്തിൽ ഇതിനോടകം തന്നെ 16 ലക്ഷത്തിലധികം കർഷകർ ഈ രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളെടുത്ത ഫാർമേഴ്സ് ID അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ, അതായത് അപ്രൂവ്ഡ് ആയോ എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ സ്വയം പരിശോധിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് അഗ്രിസ്റ്റാക്ക്, അതിന്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം എന്ന് ആദ്യം നോക്കാം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് പോലെ കർഷകർക്കായുള്ള ഒരു ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയാണ് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് കാർഡ് എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ കർഷകർക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ നിരവധിയാണ്. നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതായത് സർക്കാരിന്റെ സബ്സിഡികളും ധനസഹായങ്ങളും ഒരു തടസ്സവുമില്ലാതെ നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. അടുത്തത് ലളിതമായ വായ്പകൾ, വിള ഇൻഷുറൻസ്, വളം, വിത്ത് വിതരണം, കാർഷിക വായ്പകൾ എന്നിവ വളരെ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ഒറ്റ ID, എല്ലാ പദ്ധതികളും ഒരിക്കൽ ഈ ID സ്വന്തമാക്കിയാൽ സർക്കാരിന്റെ മറ്റെല്ലാ കാർഷിക പദ്ധതികൾക്കും ഇതേ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാനും ആകും. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് എങ്ങനെ ഓൺലൈനായി പരിശോധിക്കാം എന്ന് നോക്കാം. നിങ്ങൾക്ക് കർഷകരുടെ ID ലഭിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ഓൺലൈനായി പരിശോധിക്കാം. നിങ്ങളുടെ രജിസ്ട്രേഷൻ അപ്രൂവ്ഡ് ആയോ എന്നും നിങ്ങൾക്ക് അവിടെ അറിയുവാൻ കഴിയുന്നതാണ്. അതിനായി താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഗൂഗിളിൽ പോയി നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഫാർമേഴ്സ് രജിസ്ട്രി കേരള എന്നോ കേരള ഫാർമർ രജിസ്ട്രി എന്നോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫാർമേഴ്സ് രജിസ്ട്രി കേരള എന്നോ കേരള ഫാർമർ രജിസ്ട്രി എന്നോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് റിസൾട്ടിൽ കാണുന്നത് www.klfr.agristack agristack.gov.in എന്നൊരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ അതിന്റെ മുകളിൽ ചെക്ക് എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്ന് ഈ വെബ്സൈറ്റിന്റെ മുകൾ ഭാഗത്ത് ഡാഷ്ബോർഡിനടുത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ചെക്ക് എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആധാർ നമ്പർ ഉപയോഗിച്ചാണോ, എൻറോൾമെന്റ് നമ്പർ ഉപയോഗിച്ചാണോ, ഫാർമർ ID ഉപയോഗിച്ചാണോ എന്ന് ചോദിക്കും. നമുക്ക് എൻറോൾമെന്റ് നമ്പറും ഫാർമർ IDയും അറിയാത്തത് കൊണ്ട് ആധാർ നമ്പറാണ് നമ്മൾ ഉപയോഗിച്ച് ഇത് ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴെ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മയുള്ളത് ആധാർ നമ്പർ ആയതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആധാർ നമ്പർ കൃത്യമായി നൽകിയ ശേഷം ചെക്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനടുത്ത് ചെക്ക് എന്നൊരു ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാർമേഴ്സ് IDയും അതിന്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നും കാണിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഇനിയും വീണ്ടും അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയും നിങ്ങൾ ഇതിൽ അപ്രൂവ്ഡ് അല്ല എങ്കിൽ ഡേറ്റ നോട്ട് റിസീവ്ഡ് എന്നായിരിക്കും അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണെങ്കിൽ അപ്രൂവ്ഡ് എന്നും അതുപോലെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നമ്പറും നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും. അപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തവർ എന്ത് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ സ്റ്റാറ്റസ് കാണിക്കുന്നില്ലെങ്കിലോ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിലെ കർഷകർക്കായി തയ്യാറാക്കിയ കേരള ഫാർമർ രജിസ്ട്രി വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ
കതിർ പോലെയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ നിങ്ങൾക്കിത് സ്വയം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കൃഷിഭവനെയോ അല്ലെങ്കിൽ അക്ഷയ സെന്ററുകളെയോ CSC സെന്ററുകളെയോ സമീപിച്ചാൽ മതിയാവുന്നതാണ്. ഇതിനാവശ്യമായ രേഖകൾ ആധാർ കാർഡ്, അതുപോലെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ കരമടച്ച രസീത്. ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് ഈ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ട കാര്യങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ സുഗമമായി പൂർത്തിയാക്കുന്നതിനും നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുകയാണ് നല്ലത്. നേരത്തെ കൃഷിഭവനിലാണ് കൂടുതലും ആളുകളുടെ രജിസ്ട്രേഷൻ നടത്തിയത്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററുകളെയും സമീപിക്കാവുന്നതാണ്. കർഷകരുടെ വിരൽത്തുമ്പിലേക്ക് കാർഷിക സമൃദ്ധിയുടെ ഡിജിറ്റൽ സേവനങ്ങൾ എത്തിക്കുന്ന ഈ പദ്ധതി എല്ലാ കർഷകർക്കും ഒരു വലിയ തുണയായിരിക്കും എന്നതിൽ സംശയമില്ല. അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്ത് സ്റ്റാറ്റസ് നിങ്ങൾ പരിശോധിക്കുക. സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ അത്യാവശ്യമായി വേണ്ടത് നിങ്ങളുടെ ആധാർ നമ്പർ മാത്രമാണ്. ഇതിന് ആ സൈറ്റിൽ പോയി ലോഗിൻ ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലതാൻ. ഇതിന്റെ ലിങ്ക്, ഈ ചെക്ക് ചെയ്യുന്നതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 1 സെക്കൻഡിൽ തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ കഴിയുന്നതാണ്. ഈ അറിവ് നിങ്ങളെപ്പോലെയുള്ള മറ്റ് കർഷക സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കാർഷിക മേഖലയിലെ പുതിയ വാർത്തകളും അറിവുകളും വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ അറിവ് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന എല്ലാ കർഷകർക്കും നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.